ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡ്ഡലി മാവൊക്കെ കോരി ഒഴിക്കുന്നത് രമേശ് ചേട്ടനാണ് കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടന് ഇന്ന് അത് ചെയ്യാനായിട്ടൊരു താല്പര്യമൊക്കെ തോന്നി, നമുക്ക് ഹെൽപ്പും ആണല്ലോ. അങ്ങനെ ഇഡ്ഡലിയും ചട്നിയൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഞാൻ ഒരു കൂടെയൊക്കെ എടുത്ത് നമ്മുടെ പതിയാരി ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മഴയുള്ള ഒരു അന്തരീക്ഷമാണ്, നേരിയതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മഴ കൂടിയെങ്കിലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ കൂടെയൊക്കെ എടുത്തത്. അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്, ട്യൂസ്ഡേ അല്ലേ കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലപ്പറമ്പിലേക്ക് നോക്കിയപ്പോൾ നല്ല രസമാട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശുക്കളെയൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ അമ്പലത്തിന് പുതിയ മതിൽ നിർമ്മിച്ചിട്ടുണ്ട്, നല്ല ഹൈറ്റിലുള്ളൊരു മതിലൊക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ രണ്ട് സൈഡിലും പച്ചപ്പുല്ലും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെരുപ്പൊക്കെ വെച്ചും കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്തേക്ക് പോവാണ് കേട്ടോ. അമ്പലത്തിൽ വന്നൊന്ന് തൊഴുത് മടങ്ങുമ്പോൾ എന്താ പറയുക, മനസ്സ് മുഴുവൻ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയും കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി എന്നും പോകുന്നു, പക്ഷെ അങ്ങനെയൊന്നും എന്നും പോകാനായിട്ടൊന്നും സാധിക്കാറില്ല കേട്ടോ. നമുക്ക് എന്താ പറയുക, ജോലി തിരക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് പിന്നെ ആവട്ടെ എന്നൊക്കെ വെക്കും. എന്നാലും നമ്മൾ വീട്ടിൽ ഇരുന്നായാലും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടൊരു സമയം മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നുണ്ടല്ലോ കറി വെക്കുന്നത് ചക്കക്കുരും മാങ്ങയും ഉണക്കച്ചെമ്മീനും ഇട്ടിട്ടുള്ള കറിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഉണക്കച്ചെമ്മീൻ വറുക്കുന്ന ആ സ്മെല്ലടിച്ചിട്ട് അപ്പുറത്ത് മതിലും ഇരുന്ന് കഴിഞ്ഞ് മൗഗ്ലിക്കുട്ടൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ജനലിലൂടെ എന്നെ കാണാം, പിന്നെ ഈ സ്മെല്ലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അവന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഇനി ആ മതിലും വന്ന് അനങ്ങേ ഇല്ല, സ്റ്റാച്ചു ഇരിക്കുന്നത് പോലെ മൗഗ്ലി അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ആയി ഒന്ന് ചൂടാറി കഴിയുമ്പോൾ അവന് കുറച്ച് ഇട്ട് കൊടുക്കും കേട്ടോ. നല്ല കിളുന്ത് ചക്കക്കുരു മാങ്ങയോട് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ചുള നമ്മുടെ കുടംപുളിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തേങ്ങ അരച്ചതൊക്കെ അതിൽ ചേർത്തും കഴിഞ്ഞിട്ട് ഒന്ന് നല്ല പോലെ കുറുകി വരുന്ന ഒരു സമയത്ത് ഈ ചെമ്മീനൊന്ന് പൊടിച്ചും കഴിഞ്ഞിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വളരെ നൈസ് പൊടിയായിട്ട് പൊടിക്കില്ല, എന്നാലോ കുറച്ചൊക്കെ ഒന്ന് പൊടിച്ചും കഴിഞ്ഞിട്ട് കേട്ടോ ലാസ്റ്റ്. അപ്പോൾ ആ കറിക്ക് ആ ഉണക്കച്ചെമ്മീൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ ആയിട്ട് അടിപൊളി രുചിയായിരിക്കും കേട്ടോ. അവസാനം നമ്മളിതാ ചെറുള്ളിയും അതുപോലെ തന്നെ വേപ്പിലയും കൂടിയിട്ട് മൂപ്പിച്ചും കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇടും കേട്ടോ. അങ്ങനെ അപ്പം തന്നെ കറി എടുക്കരുത്, കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ അത് ഒന്നും കൂടി ഗ്രേവി ഒന്ന് തിക്കാവും കേട്ടോ. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് വരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം അനക്കാതെ അങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് തിരക്കിട്ട പണികൾ കഴിഞ്ഞിട്ട് നമുക്ക് പല കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള അംഗനവാടിയിൽ പ്രവേശനോത്സവം നടക്കുകയാണ് കേട്ടോ. കുഞ്ഞു മക്കൾ ആദ്യമായിട്ട് അംഗൻവാടിയിലൊക്കെ വരുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് അല്ലേ. അതുപോലെ തന്നെ ചിലരാണെങ്കിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും, ചിലരൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. നല്ല രസമാണ് അവരെയൊക്കെ അങ്ങനെ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും പോകണം. പിന്നെ നമ്മുടെ ഫ്രണ്ടും കൂടിയാണ് അംഗൻവാടി ടീച്ചർ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 9:30 മുതലാണ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് സമയം നമുക്ക് അവിടെ എന്തായാലും നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ജോലികളൊക്കെ കഴിച്ചു വെച്ച് നമ്മൾ അംഗൻവാടിയിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. അവിടെ ചെന്നപ്പോൾ രാഗിയും അതുപോലെ തന്നെ പ്രസന്നേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അപ്പോൾ ടീച്ചർമാർ 2 പേരും യൂണിഫോമിലായിരുന്നു കേട്ടോ. ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സ്വീറ്റ്സും മറ്റൊക്കെയാണ് കേട്ടോ. പ്രസന്നേച്ചി ടാങ്കൊക്കെ കലക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു പ്രവേശനോത്സവ പരിപാടികളൊക്കെ ചെയ്യുന്നത്. നിറയെ ബലൂണൊക്കെ ഉണ്ട് കേട്ടോ. കാരണം കുട്ടികൾ കരയാതിരിക്കാനും അവരെ ഹാപ്പിയാക്കാനും ഓരോ ബലൂൺ വെച്ചും കഴിഞ്ഞ് കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കൃത്യസമയത്ത് തന്നെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ വാർഡ് മെമ്പർ സിന്ധു അശോക് ആയിരുന്നു മുഖ്യ അതിഥി. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു. ആ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ പരിസര ശുചീകരണം നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ അതിലെല്ലാത്തിലും പങ്കുചേരും എന്നുള്ള ആ ഒരു പ്രതിജ്ഞയും മെമ്പർ ചൊല്ലി തന്നപ്പോൾ നമ്മളെല്ലാവരും പ്രതിജ്ഞ എടുത്തു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പരിസരമൊക്കെ ശുചീകരിക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാലോ, ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സമയം കൂടിയാണ് മഴക്കാലം എന്ന് പറഞ്ഞത്. മഴക്കാലമായാലും വേനൽക്കാലമായാലും നമ്മൾ ജീവിക്കുന്ന പരിസരമൊക്കെ വൃത്തിയാക്കി ഇടാനായിട്ട് ശ്രമിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയായിരുന്നു ആ പ്രതിജ്ഞ കേട്ടോ. എല്ലാ കുഞ്ഞുമക്കളെയും
കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ബലൂൺ കിട്ടിയവർ ബലൂൺ പൊട്ടിച്ചു. അപ്പോൾ ബലൂൺ പൊട്ടണ കേട്ടിട്ട് ചിലർക്കൊക്കെ കരച്ചിൽ വന്നു. അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ എല്ലാവരും മാലാഖ ചിറകുകളൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കാണാനും തന്നെ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ. അതുപോലെ തന്നെ ഇപ്രാവശ്യം, അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പഠിച്ചിട്ട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ക്യാപ്പൊക്കെ വെച്ച് കൊടുത്തു, അതുപോലെ മൊമെൻറ്റോ ഒക്കെ കൊടുത്ത് അങ്ങനെ സന്തോഷിപ്പിച്ചാണ് അവർ പറഞ്ഞയക്കുന്നത് കേട്ടോ, യാത്ര അയക്കുന്നത്. അങ്ങനെ എന്താ പറയുക, ആദ്യമായിട്ട് വന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ ഈ കാണുന്നതെന്ന് അറിയില്ല. അംഗൻവാടിയാണെങ്കിൽ നല്ല സ്മാർട്ട് അംഗൻവാടിയാണ് കേട്ടോ, കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ചുമരിലുള്ള ആ ചിത്രങ്ങളും അതുപോലെ തന്നെ ഈ അംഗൻവാടിയുടെ ഫ്ലോറൊക്കെ ഒരു പ്രത്യേക ഇതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. കുട്ടികൾ ഒന്നും പറ്റില്ല കേട്ടോ, നല്ല സ്പോഞ്ച് ടൈപ്പായിട്ടുള്ളതാണ്. നല്ല രസമാണ് അതിവിടെ ചവിട്ടാൻ തന്നെയായിട്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കളിക്കാനും ഓടി നടക്കാനും വീണാലും ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന കുട്ടികൾക്ക് ഇത് ശരിക്കും ഒരു അത്ഭുത ലോകം പോലെ. നമ്മൾ ഇവരുടെ ഈ കളിച്ചിരികളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിങ്ങനെ മറന്ന് നിന്ന് പോകട്ടോ. മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ ചിന്തയിലേക്ക് ആ ഒരു സമയത്ത് വരികയില്ല കേട്ടോ. അംഗനവാടിയിൽ എത്തിയ ഒരു കുഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അംഗനവാടി വെച്ചിരിക്കുന്നത് തന്നെ കേട്ടോ. അതായത് ശരിയായ നല്ല രീതിക്കുള്ള പെരുമാറ്റമാണ് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് പഠിപ്പിക്കുന്നത്. കാരണം വീട്ടിൽ ഒരു കുട്ടി ഒക്കെയുള്ള ഫാമിലികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്തൊക്കെ അങ്ങനെയൊന്നും ഒരു പരിചയം ഉണ്ടായിരിക്കില്ല. അങ്ങനെ എല്ലാവിധ നല്ല സ്വഭാവങ്ങളുടെയും ആദ്യത്തെ ചുവട് തുടങ്ങുന്നത് അംഗനവാടിയിൽ നിന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അംഗനവാടിയിലെ ഒരു പോക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ജീവിതത്തിൽ പ്രാധാന്യമുള്ളത് തന്നെയായിരിക്കും കേട്ടോ. നമ്മൾ സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞ് കോളേജിലൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ സ്കൂൾ ഗ്രൂപ്പൊക്കെ തുടങ്ങുമല്ലേ ഫോണിൽ. അപ്പം ഇനി കാലങ്ങൾ പോകുമ്പോൾ ഈ അംഗൻവാടി ഗ്രൂപ്പൊക്കെ ഉണ്ടായിരിക്കും. കുട്ടികൾ അവർ മുതിർന്നു കഴിഞ്ഞാലും അങ്ങനെ ഗ്രൂപ്പൊക്കെ തുടങ്ങുമായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംഗൻവാടി മുതൽ 10ാം ക്ലാസ് വരെ എൻ്റെ ഒപ്പം പഠിച്ച കൂട്ടുകാരൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഗ്രൂപ്പിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഒരു മഴ കഴിഞ്ഞിട്ട് പിന്നെ ഒരു തോർച്ച കണ്ട സമയത്ത് ഓടിച്ചെന്നും കഴിഞ്ഞിട്ട് അലക്കൊക്കെ ഇടാണ് കേട്ടോ. അപ്പോൾ ഈ മഴ നമ്മളെ മടിയന്മാരാക്കും ചില സമയത്ത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഒരു മടിയൊക്കെ തോന്നും. പക്ഷേ ഇനിയും ഒരു മഴക്കാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ മഴ കഴിഞ്ഞിട്ടുള്ള ഇടവേള കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എത്രയും പെട്ടെന്ന് നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ജോലികളും കാര്യങ്ങളൊക്കെ നമ്മൾ പൊടുന്നനെ നമ്മൾ ചെയ്തു തീർക്കും അല്ലേ. അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടിയില്ലാത്ത സമയം തന്നെയാണ് കേട്ടോ. പക്ഷെ മഴ പെയ്താലോ ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാനും നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം തന്നെ വിരിച്ചങ്ങോട്ട് ഇടാൻ തുണി. 1 മണിക്കൂർ സമയമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് തുറന്ന് കിട്ടുമല്ലോ, അത്രയ്ക്ക് കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വേഗം വേഗം പിഴിഞ്ഞങ്ങോട്ട് ഇടാമെന്നങ്ങോട്ട് വിചാരിച്ചത് കേട്ടോ. നമ്മുടെ പ്ലാവിലാണെങ്കിൽ ഇപ്പോഴും ചക്കകളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴും ചക്ക മൂത്തിട്ടൊന്നുമില്ല, കിളുന്ത് ചക്കയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ളതൊക്കെ ഈ വെള്ളത്തിലാവുള്ളൂ. അപ്പോൾ നമ്മൾ 2 ദിവസം കൂടുമ്പോൾ ഓരോ ചക്കയൊക്കെ വെട്ടി പൊളിച്ചും കഴിഞ്ഞിട്ട് ഉപ്പേരിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മയും കൂടി സഹായിക്കുന്നതുകൊണ്ട് നമ്മൾ അത് വേഗം തന്നെ അങ്ങനെ ചെയ്യും. പക്ഷെ ഒരു ദിവസം വെച്ചാൽ പിന്നെ നമുക്ക് 2 ദിവസത്തേക്ക് നമുക്കത് വേണ്ട, പിന്നെ മട്ടിപ്പോവും കേട്ടോ. അങ്ങനെയാണ്. എന്നാലോ പിന്നെയും മഴയൊക്കെ പെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ ചക്കുപ്പേരിയും ചായയൊക്കെ കഴിക്കാനായിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തുള്ള ചക്കകളൊക്കെ നമുക്കങ്ങനെ സുഖമായിട്ട് ഇടാം കേട്ടോ. പക്ഷെ മേളിലും കുറേ ചക്കകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കാർ വരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇനിയിപ്പോൾ മഴ പെയ്ത കാരണം അവർക്ക് ആവശ്യമുണ്ടോയെന്നും നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ നല്ല കാറ്റും ഇതൊക്കെ വീശുമ്പോൾ പേടിയാണ് ഈ ഒരു ഭാഗത്തേക്ക് വരാനായിട്ട് കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടനായാലും അമ്മയായാലും പ്രത്യേകം പറയും ആ ഭാഗത്തൊന്നും നിൽക്കണ്ട എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കാറ്റൊക്കെ ഉള്ളപ്പോൾ ഒന്നും ആ ഒരു സൈഡിലേക്ക് പോവേയില്ല കേട്ടോ. അങ്ങനെ വേഗം ഒന്ന് അലക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ ഈ ചവറൊക്കെ ഒന്ന് അടിച്ച് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഓപ്പോസിറ്റ് പറമ്പിൽ ആ ഷീറ്റ് മതിൽ കാണിച്ചപ്പോൾ പലരും കമൻറ്റ് ചെയ്തു, അയ്യോ പശുവിനെ കെട്ടുന്ന പറമ്പല്ലേ, ഇനി ചാണകം കിട്ടില്ലല്ലോ എന്നുള്ളത്.
അത് സത്യം തന്നെയാണ് കേട്ടോ. അവിടെയാണ് പശുവിനെ കെട്ടിയിരുന്നത്. അവിടെ നിന്നാണ് ചാണകമൊക്കെ ഞാൻ എടുക്കാറും ഈ ചെടികളൊക്കെ സമൃദ്ധമായിട്ട് നിൽക്കാനും അതൊക്കെ സഹായിച്ചതാണ് കേട്ടോ. എന്നാലും പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ പുല്ല് കണ്ട് പശുവിനെ വളർത്തരുത് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ പശുക്കളെ ഉള്ള ആൾക്കാർ ഇനി ഇവിടെ കൊണ്ടുവന്ന് കെട്ടൂല്ല. അതുപോലെ മറ്റുള്ളവരുടെ പശുവിനെ കണ്ട് ചാണകം എടുക്കാന്നുള്ള എൻ്റെ മോഹം ഇതോട് കൂടിയിട്ട് അടയാണ് കേട്ടോ. പക്ഷേ ഈ ഷീറ്റ് മതിലിൻ്റെ ആൾക്കാർ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു മതിൽ അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചതും നമ്മുടെ വീട്ടിലും അതൊന്ന് അടിച്ചെടുക്കാമെന്നുള്ളത് അങ്ങനെ ഒരു ഐഡിയ തോന്നിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉപകാരമുണ്ട് കേട്ടോ. പിന്നെ ആ ഓപ്പോസിറ്റ് പറമ്പ് വാങ്ങിയവർ അവിടെ വീട് വെക്കും. അപ്പോൾ ഇപ്പോൾ അടുത്തൊന്നും തന്നെ വീട് പണിയുന്നില്ല. അപ്പോൾ അവർ ഗൾഫിലേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു ഇതിൽ അവർ അത് അടച്ചു പൂട്ടി നല്ല സേഫ് ആക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല വളരെ ചിലവ് കുറഞ്ഞതുമാണ് ആ മതിൽ. അപ്പോൾ നമുക്ക് സേഫായിട്ട് കിടക്കുകയും ചെയ്യും, എന്നാലോ ചിലവും കുറവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു. നമ്മുടെ മുറ്റത്തിൻ്റെ ഏത് ഭാഗത്താണോ വെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് നിൽക്കുമോൻ കൂട്ടാളികളൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ അകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കും അവൻ കുറച്ച് അരിയിട്ട് കൊടുക്കുന്നത് വരെ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. അപ്പോൾ അത് അമ്മയ്ക്കുള്ള വെള്ളമൊക്കെ ചൂടാക്കുകയാണ് കേട്ടോ, കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പുറത്ത് നമ്മൾ 3 കല്ലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അമ്മ അവിടെയൊക്കെ വെള്ളം ചൂടാക്കാറുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ മഴയത്ത് കുതിർന്ന് കിടക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലകത്തെ അടുപ്പിൽ തന്നെയാണ് കേട്ടോ വെള്ളമൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.